ഹലോ. സോ നമ്മൾ അടുത്തൊരു ട്രിപ്പായിട്ട് ഇങ്ങനെ ഇറങ്ങിയേക്കാണ്. ഇന്നത്തെ ഷോർട്ട് ട്രിപ്പാട്ടോ. നമ്മൾ മോർണിംഗ്ടൺ പെൻസില എന്ന് പറഞ്ഞ് കുറച്ചുകൂടെ മെൽബണിൻ്റെ സൗത്ത് സൈഡിലേക്ക് വന്നേക്കാണ്. സോ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലെത്തി. ഇതിങ്ങനൊരു ഇത് ഫോറസ്റ്റ് എന്ന് പറയാൻ പറ്റുമോ? ഫോറസ്റ്റ് അല്ല, ഒരു മാർഷ് ലാൻഡ്സ് ഒക്കെ കൂട്ട്, കുറച്ച് ഡ്രൈ കുറച്ച് വെറ്റ്, അങ്ങനത്തെ ഒരു ഇതിപ്പം ഞങ്ങളുടെ സൈഡിൽ ഇപ്പോൾ കാണുന്നത് കുറച്ചൊരു മറ്റേ സ്വാമ്പ് ആണോ എന്ന് തോന്നുന്ന ടൈപ്പ്. ഇതും ഞാൻ നടന്നു വന്നപ്പോൾ ഫുൾ ഡ്രൈ. അപ്പോൾ എന്നാൽ ഇതൊരു റിവറിൻ്റെ സൈഡിലുമാണ്, ക്രീക്കിൻ്റെ സൈഡിലാണ്. ബേസിക്കലി ഇവിടെ നിന്ന് ഈ പുഴ ഒഴുകി കടലിലേക്ക് ചെന്ന് എത്തുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ അവർ ഇങ്ങനെ നടക്കാൻ നമുക്ക് പറ്റില്ല, കുറച്ച് ചെളി താന്നു പോകുന്ന ടൈപ്പ് സ്ഥലമാണ്. പക്ഷെ ഇങ്ങനത്തെ ബോർഡ്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് സൈഡിൽ കാണിച്ചു കൊടുക്കുക. ഇങ്ങനത്തെ ബോർഡ്സ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇതിപ്പോൾ ഉച്ച സമയമാണ്, ആക്ച്വലി അറൗണ്ട് 1:30 ആയി. പക്ഷെ എന്നാലും കുറേ ആൾക്കാർ നടക്കാനും ഓടാനും. ഇവിടെ ഒരു ഓസ്ട്രേലിയൻ കൾച്ചറാണ് ഈ ട്രെയിൽ വാക്കിംഗ്, ഹൈക്കിങ്, അങ്ങനെ ഔട്ട്ഡോഴ്സിയാണ് ഓസീസ് എല്ലാം. അപ്പോൾ അവരിങ്ങനെ കുറേ പട്ടികളായിട്ട് നടക്കുന്നുണ്ട്, തന്നാണ്ട് നടക്കുന്നുണ്ട്, ചിലവർ ഓടുന്നുണ്ട്. സൈക്കിളും കൊണ്ട് പിള്ളേർ ഇപ്പോൾ ഇവിടെ ക്രിസ്മസ് വെക്കേഷൻ ആയതുകൊണ്ട് പിള്ളേരൊക്കെ സൈക്കിളും കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. സോ നമുക്ക് ഏതായാലും നടന്നു തുടങ്ങാം. നമ്മുടെ നാട്ടിലെ എസ്റ്റേറ്റ് ഒക്കെ ആയിരിക്കും, നാട്ടിലെ എസ്റ്റേറ്റ് ആയിരിക്കും ഇവരുടെ എസ്റ്റേറ്റ്. എനിക്കുണ്ടടാ ഏലത്തോട്ടം. ഇത് നമുക്ക് സ്കാൻ ചെയ്തിട്ട് അത് ഇന്ന് കേൾക്കാൻ പറ്റും. ഓഡിയോ ഗൈഡാ. സ്കാൻ ചെയ്ത് നോക്കുന്നു. Hello there, environment explorers. Are you ready to learn about some lazy lizards? Balcombe Estuary Reserve has lots of lazy lizards to look at. Blue-tongued lizards, scaly-foot lizards, water skinks and tree dragons. മെൽബണിലെ തിരക്കുകളിൽ നിന്നൊക്കെ മാറി കുറച്ച് സമയം സമാധാനമായിട്ട് ഇരിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ ഈ ബാൽക്കോം എസ്റ്റുവറി. സിറ്റിയിൽ നിന്ന് വെറും മിനിറ്റുകൾ മാത്രം ദൂരമുള്ള ഈ സ്ഥലം പ്രകൃതിയെ സ്നേഹിക്കുന്നവർക്കൊരു ട്രഷർ തന്നെയാണ്. ഒന്ന് റിലാക്സ് ചെയ്യാനും ശുദ്ധവായു ശ്വസിക്കാനും ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഇത് നല്ലൊരു ചോയ്സാണ്. ഇവിടുത്തെ പാർക്കിംഗ് ഏരിയയ്ക്ക് അടുത്ത് തന്നെ ബാർബിക്യൂ ചെയ്യാനും പിക്നിക്കിനും ഒക്കെ ഉള്ള സൗകര്യങ്ങളുണ്ട്. അപ്പോൾ മെൽബണിലെ ആൾക്കാർക്ക് ബാർബിക്യൂ എന്ന് പറയുന്നത് വെറുതെ പാചകം മാത്രമല്ല, അതൊരു ലൈഫ് സ്റ്റൈലാണ് അവരുടെ. അപ്പോൾ നല്ല വെയിലുള്ള ഉച്ച സമയത്തായാലും തണുപ്പുള്ള വിൻ്റർ സമയത്തായാലും ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് ഒത്തുചേരാൻ മെൽബണിയൻസ് ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ വന്ന് ഇങ്ങനെ ബാർബിക്യൂ ഒക്കെ ഉണ്ടാക്കി കഴിച്ച് അങ്ങനെയൊക്കെ കൂടാറുണ്ട്. അപ്പോൾ തണുപ്പുള്ള സമയത്ത് ഉപയോഗിക്കാൻ ഇവിടെ ഫയർ പ്ലേസുകളും ഒരുക്കിയിട്ടുണ്ട്. പിന്നെ ഈ പുഴയിൽ ശുദ്ധജലവും കടലിലെ ഉപ്പുവെള്ളവും കൂടെ ചേരുന്ന ഒരു സ്ഥലമായതുകൊണ്ട് വളരെ പ്രത്യേകതയുള്ളൊരു ഇക്കോസിസ്റ്റമാണ് ഇവിടുത്തെ. അപ്പോൾ ഈ ചെടികളും മരങ്ങളും ഒക്കെ കാറ്റിനും ഉപ്പുവെള്ളത്തെയൊക്കെ അതിജീവിച്ച് വളരുന്നൊരു ടൈപ്പാണ്. നിലത്തെ ചെടികൾക്കും മണ്ണിനും ഒന്നും കേടുപാടുകൾ പറ്റാതിരിക്കാൻ കൂടി വേണ്ടിയാണ് ഈ മരങ്ങൾ കൊണ്ട് ഉയർത്തി കെട്ടി ഇങ്ങനത്തെ ഒരു പാത നിർമ്മിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഏർലി മോർണിംഗ് അല്ലെങ്കിൽ ലേറ്റ് ആഫ്റ്റർനൂൺസ് ഒക്കെ വരുവാണെങ്കിൽ പലതരം ബേർഡ്സിനെയും ചില ഫിഷസിനെയൊക്കെ സ്പോട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഒരു കാലത്ത് മോശം അവസ്ഥയിലായിരുന്ന ഈ സ്ഥലം കൗൺസിലിൻ്റെയും നാട്ടുകാരുടെയൊക്കെ പരിശ്രമം കൊണ്ടാണ് ഇന്ന് കാണുന്ന ഈ ഒരു നല്ല ഭംഗിയുള്ള ഒരു രീതിയിലേക്ക് റീസ്റ്റോർ ചെയ്യപ്പെട്ടത്. ഇവിടെ ഇപ്പോൾ സമ്മർ സ്റ്റാർട്ട് ചെയ്തിട്ട് നല്ല ചൂടാട്ടോ. അപ്പോൾ ഇന്നലെ ആക്ച്വലി മഴ ഇന്നലെ മിനിഞ്ഞാന്ന് നല്ല മഴയായിരുന്നു. അപ്പോൾ വിചാരിച്ചാൽ പിന്നെ തണുപ്പാവുകയാണ്. പക്ഷെ ഇന്നലെ നല്ല ചൂടായിരുന്നു, നല്ല ബുദ്ധിമുട്ടായിരുന്നു, നല്ല ചൂടായിരുന്നു. പക്ഷെ നാട്ടിലൊക്കെ വന്നിട്ട് ഇപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോഴത്തേനും നല്ല തണുപ്പ്, നല്ല സുഖം. വെയിലുണ്ട്, നല്ല വെയിലുണ്ട്. എന്നാൽ മരങ്ങൾ കാരണം മരങ്ങൾക്ക് ആ ഒരു തണുപ്പുണ്ടെന്ന് പറയുന്നത്, മരങ്ങൾക്ക് തണുപ്പുണ്ടെന്ന് പറയുന്നത് ഇതാണ്. ഈ തണലത്ത് നല്ല കാറ്റും നല്ല തണുപ്പും, എന്നാൽ വെയിലിൻ്റെ ആ ഒരു വിറ്റമിൻ ഡിയും എല്ലാം ഉണ്ട്. വൈറ്റമിൻ ഡി ഇതിൻ്റെ ഇടയിൽ കൂടെ കിട്ടും. വാ, ഇത് അങ്ങോട്ട് നോക്ക്. ഇവിടെ ഇങ്ങനെ നമ്മൾ നടക്കുമ്പോൾ കുറേ കിളികളുടെ സൗണ്ടൊക്കെ കേൾക്കാം കേട്ടോ. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ചെറിയ പോസ്റ്റ് പോലെ അവർ വെച്ചിട്ടുണ്ട്. അതിനകത്തൊരു ബാർകോഡും ഉണ്ട്. അത് നമ്മൾ സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്കിങ്ങനെ എന്താ ബേർഡ്സിൻ്റെ ഇൻഫർമേഷൻസ് കിട്ടും. ചിലപ്പം ആ ബേർഡ്സിൻ്റെ നോയ്സസ് ആയിരിക്കും, അല്ലെങ്കിൽ ആ ബേർഡ്സിൻ്റെ ഹാബിറ്റാറ്റിനെ കുറിച്ചുള്ള
ഇൻഫർമേഷൻ ആവാം, അല്ലെങ്കിൽ അവരെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ ആവാം. അങ്ങനെ ഭയങ്കര ഒരു സാങ്ച്വറി കൂട്ടാണ് അവർ. ഭയങ്കര നാച്ചുറലി ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് ആൾക്കാർ. ഇവിടുത്തെ ആൾക്കാരും അങ്ങനെ ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടി വരുന്നില്ല. ഇവിടെ എസ്പെഷ്യലി എടുത്തു പറയേണ്ടത് ഇവിടെ വേസ്റ്റ് ഒന്നുമില്ല. എല്ലാം ഭയങ്കര ക്ലീൻ ലൈക്ക് നേച്ചറിനെ ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിലാണ്. എൻ്റെ കണ്ണിൽ എന്തോ പോയി. അവിടെ അവർ എഴുതി വെച്ചേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ വെള്ളം ചെറിയ നനവുണ്ട്, ചെളി പോലെയാണെന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ ആ വെള്ളം കുറച്ച് സോൾട്ടി ആയിരിക്കും. അപ്പോൾ ഇവിടെയുള്ള പ്ലാന്റ്സിന് ആ സോൾട്ടിനെസ്സിൽ അതിന് ജീവിക്കാൻ വേണ്ടി അതിനകത്ത് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ചെടികളുടെ ഇലയ്ക്ക് ഈ സോൾട്ടിനെ വേർതിരിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടെന്ന്. അപ്പോൾ വാട്ടർ മാത്രം വലിച്ചെടുത്തിട്ട് ആ സോൾട്ടിനെ അവർ ലീഫിൻ്റെ സർഫസിലേക്ക് പുഷ് ചെയ്ത് വിടും. അപ്പോൾ അതങ്ങനെ അങ്ങ് ഡ്രൈ ആയിട്ട് പൊക്കോളും എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ട വാട്ടർ അത് തന്നെ ഫിൽട്ടർ ചെയ്തെടുക്കുന്ന കൂട്ട് തന്നെ. സോൾട്ട് വാട്ടർ മാഷ്. ഇവിടെ നമുക്ക് സൈഡിൽ പുഴ കാണാം. ഡ്രൈവ് ചെയ്ത് വരുന്ന സമയത്ത് ഇങ്ങനെ ഇത്രയും അറിയുന്നുണ്ടായിരുന്നുള്ളൂ ഈ പുഴ ചെന്ന് കടലിലേക്ക് ചേരുന്നൊരു ഭാഗമാണ്. അപ്പോൾ ബീച്ചിൻ്റെ സൈഡ് ആയിരിക്കും എന്നറിയായിരുന്നു. പക്ഷെ നമ്മൾ ആ ടേണിങ് തിരിഞ്ഞ പോലെ ആ ഒരു ഷോട്ട് വീഡിയോ ചെയ്തിരുന്ന. ഞങ്ങളിങ്ങനെ കുറേ സ്ഥലത്ത് ഇങ്ങനെ കറങ്ങി വരുന്നില്ല, എങ്ങോട്ട് പോകാണ് ഒന്നും ഒരു ഐഡിയ ഇല്ല. പിന്നെ കുറച്ച് നേരം റെസിഡൻഷ്യൽ ഏരിയയായി. ഞാൻ ചോദിച്ചാൽ റെസിഡൻഷ്യൽ ഏരിയയിലാണോ എന്ന് പറഞ്ഞൊരു ടേൺ എടുത്തതും ഒരു റൈറ്റ് ഞങ്ങളുടെ ഗ്ലാസ് മൊത്തം, കാറിന്റെ ഗ്ലാസ് മൊത്തം കടലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭയങ്കര ബ്ലൂ കളറ്. അതൊരു വ്യൂ ആയിരുന്നു, പ്രതീക്ഷിക്കാണ്ട് കണ്ടുകൊണ്ടും കൂടെ. പെട്ടെന്ന് ഞങ്ങൾ ആക്ച്വലി ഇന്ന് രാവിലെ ഇപ്പോൾ പറഞ്ഞല്ലോ ഉച്ചയായി ഇറങ്ങിയപ്പോൾ തന്നെ ഇന്ന് രാവിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കുറച്ച് തിരക്കൊക്കെ ആയിരുന്നു. അപ്പോൾ ഇറങ്ങിയപ്പോഴേക്കും നല്ല ടയേർഡായി. അരുവിനെ കണ്ടറിയായിരിക്കും ആൾ കുറച്ച് അധികം ടയേർഡായിട്ട് ഒരു മൂഡ് ഓഫ് ടൈപ്പാണ് ഉള്ളത്. പക്ഷെ വന്ന ആ ഒരു റൈറ്റ് തിരിഞ്ഞപ്പോഴേക്കും അത് പെട്ടെന്ന് അങ്ങ് ഫ്രഷായി ഒരു ഓക്കെ ദിസ് ഈസ് വർത്ത് ഇറ്റ് എന്നൊരു സാധനം ആയിരിക്കും അത്. നമ്മള് ഇവിടെ ഒന്നും ഇതിന് വലിയ കളറില്ല അല്ലെ, കലങ്ങിയിരിക്കുന്ന തൊട്ട്. ഇത് ഇവിടത്തെ ഇതിൻ്റെ എന്താ പറയുക സൈഡിലൊക്കെ ഉള്ള ഈ ചെറിയ കളിമണ്ണ് പോലെയുള്ള മണ്ണ് ഒഴുകി ചേർന്നിട്ടാണ് പോലും ഇതിന് ഇങ്ങനത്തെ ക്ലൗഡിനെസ് വരുന്നത്. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മറ്റേ യാര റിവറിൻ്റെ ഒരു പോർഷൻ കണ്ടപ്പോൾ പറഞ്ഞില്ലായിരുന്നോ, ഇങ്ങനെ ഒരു ബ്രൗൺ കളർ, അത്ര ബ്ലൂയിഷ് ആയിട്ടല്ല തോന്നുന്നത്. പക്ഷേ ഇത് ചെന്ന് ചേരുന്ന കടലിന് ഭയങ്കര കളർ. അത് നമ്മളിപ്പോൾ വണ്ടി അതിൻ്റെ സൈഡിലാണ് ഇട്ടിട്ടുള്ളത്. തിരിച്ചു പോകുമ്പോൾ കാണിച്ചു തരാം. ഇവിടെ ഇരിക്കാനൊരു സ്പേസ് ഉണ്ടല്ലോ. ഇവിടെ ഈ വെള്ളത്തിൽ വെയിൽ തട്ടിയിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ആ സ്പാർക്കിൾ പോലെ കണ്ടോ, ഇങ്ങനെ തിളങ്ങുന്ന കൂട്ട്. അതേപോലെ ഇതിൻ്റെ കുറച്ചപ്പുറമായിട്ട് വേറൊരു സ്ഥലമുണ്ട്. അവിടെ ഫുൾ റോക്സ് ആയിട്ട് ഇതുപോലെയില്ല. അപ്പോൾ അതിനെ അവർ ഡയമണ്ട് ബേ എന്നാണ് വിളിക്കുന്നത്, ഈ തിളക്കം കാരണം. മരത്തിൻ്റെ ഇടയിൽ നിന്ന് വെയിലത്തേക്ക് വന്നപ്പോഴത്തേനും ചൂടായല്ലോ. ഇവിടെ ചൂടുണ്ട്, നല്ല ചൂടുണ്ട്. ബോർഡ് വാക്ക് നമ്മൾ അന്ന് എവിടെയായിരുന്നു കണ്ടിരുന്നത്? നമ്മൾ റെയിൻ ഫോറസ്റ്റ് ഗാലറി പോയപ്പോൾ ഇതുപോലെ ഫോറസ്റ്റിൻ്റെ നടുക്കൂടി ഇതേപോലത്തെ പാർട്സാണ്. അത് പക്ഷെ കുറച്ചും കൂടി സ്റ്റെയർ കേസസും കുറച്ച് നിരപ്പായിട്ട് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, കൂടുതൽ സ്റ്റെപ്പായിരുന്നു ഇതുവരെ ഇറങ്ങുന്നത്. ഏതൊക്കെയോ കിളികളുടെ ഒച്ചയൊക്കെ നമുക്ക് കേൾക്കുന്നുണ്ട്, പക്ഷേ നമ്മൾ ഒന്നിനെ അങ്ങനെ കണ്ടില്ല കേട്ടോ. 1-2 കിങ് ഫിഷേഴ്സിനെ മാത്രമേ കണ്ടുള്ളൂ. പാമ്പ് വിട്ട് പോകുന്നുണ്ടോ? ഇതിൻ്റെയൊക്കെ ഇടയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലും നമ്മൾ അറിയില്ല. ഇതിലുണ്ട്, കാണും. നാച്ചുറൽ ഇതല്ലേ, പാമ്പുകളും കാണും, ലിസേർഡ്സും കാണും. അവിടെ ഒന്നുമില്ല. പറ്റിച്ച്
നമ്മൾ സിറ്റിയിൽ നിന്ന് ഇങ്ങോട്ട് മാറിയപ്പോഴേക്കും ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡൊക്കെ ഭയങ്കര ചേഞ്ച് ആയി. ഭയങ്കര പോസിറ്റിവിറ്റി ഉണ്ട്. നമ്മളെ കാണാൻ നമ്മളിങ്ങനെ ഇപ്പം അവിടെ ആൾ നിൽപ്പുണ്ട്, നമ്മളിങ്ങോട്ട് നോക്കി നടക്കുന്നെങ്കിൽ അടുത്തെത്തുമ്പോഴേക്കും അവർ ഹായ് നമ്മളെ വിളിച്ച് വിഷയുന്നു. ഭയങ്കര അല്ലെങ്കിൽ എല്ലാവരും സ്വന്തം കാര്യം എന്നുള്ളൊരു ഇത്. ഓസീസ് അങ്ങനെയല്ല, അത് അല്ല ഓസീസുമാണ്, കാരണം സിറ്റി കൾച്ചർ അങ്ങനെ ആയതുകൊണ്ട്. ആ അത് അവിടെ നിന്ന് ഇങ്ങോട്ട് മാറിയപ്പോഴേക്കും ശരിക്കും ഡിഫറൻസ് അറിയാനുണ്ട്. ഓസീസിൽ സ്മോൾ ടോക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ചോദിക്കുന്നത് ഭയങ്കര അത് ശരിക്കും ഞാൻ അറിയുന്നത് ഓഫീസിൽ പോയി തുടങ്ങിയപ്പോഴാണ്. ഈ ഇപ്പം നാട്ടിലാണെങ്കിലും നമ്മൾ പരിചയമില്ലാത്തവരോട് അങ്ങനെ സംസാരിക്കാൻ നിൽക്കാറില്ലല്ലോ. പക്ഷേ ഇപ്പം ഇവിടെ പോയി തുടങ്ങിയ പിന്നെ അതേപോലെ ഓഫീസിലാണെങ്കിലും നമ്മൾ മാനേജേഴ്സിനോടും ആൾക്കാരോടൊക്കെ നമ്മുടെ ടെക്നിക്കൽ കാര്യങ്ങളില്ലെങ്കിൽ വർക്ക് റിലേറ്റഡ് കാര്യങ്ങൾ പറയുന്നല്ലാതെ വേറെ അങ്ങനെ ഫ്രണ്ട്ലി ടോക്കൊന്നും അങ്ങനെ നടത്താറില്ലല്ലോ. പക്ഷെ ഇവിടെ ചെന്ന് കഴിയുമ്പോഴേക്കും പ്രത്യേകിച്ച് തിങ്കളാഴ്ച രാവിലേക്കാണെങ്കിൽ വീക്കെൻഡ് നമ്മൾ എന്ത് ചെയ്തു, എവിടെ പോയി, ഈവൻ ഗ്രോസറി വാങ്ങാൻ പോയതും വലിയ സംഭവമായിട്ട് പറയും. ഇല്ലെങ്കിൽ നമ്മളെവിടെയെങ്കിലും പോയോ കണ്ടോ, ഇപ്പോൾ അവർ പോയ കാര്യങ്ങൾ പറയും, പിള്ളേരുടെ കാര്യങ്ങൾ പറയും. സ്മോൾ ടോക്ക് ഭയങ്കര വലിയ സംഭവമാണ്. ലൈക്ക് നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളൊരു പേഴ്സണൽ ലെവൽ കണക്ഷൻ വേണം എന്നുള്ളൊരു സാധനം അവർ കാണുന്നുണ്ട്. നമ്മളേതായാലും ഇവിടുന്ന് തിരിച്ചു പോവുകയാണ്. നമ്മൾ കാർ പാർക്കിങ്ങിലേക്ക് എത്താറായി. ഇതിൻ്റെ സൈഡിലൊരു യോട്ട് ക്ലബ്ബ് കാണാം. യോട്ട് എന്നാണോ പറയുക? യാട്ട്. ഇത് ലേൺ ടു സെയിൽ. എൻ്റെ ഇംഗ്ലീഷ് ടീച്ചർ എന്നെ യാച്ച് എന്നാണ് പഠിപ്പിച്ചത്. യാച്ച് വൈ ഫോർ യാച്ച് യാട്ട്. ഇത് ഇവിടെ കുറേ കിടപ്പുണ്ട്. ഇത് എല്ലാ പ്രായക്കാർക്കും ഉള്ള ട്രെയിനിങ് ഇവിടെ കൊടുക്കുന്നുണ്ടെന്ന് കേട്ടോ പറഞ്ഞേ. ഞാനോ? എന്നിട്ട് വാങ്ങി തരുമോ യോട്ട്? പിന്നെന്താ, നമുക്ക് യൂട്യൂബിൽ കിട്ടുന്ന വരുമാനം കൊണ്ട് ആദ്യം അതൊന്ന് പച്ച പിടിക്കട്ടെ, യോട്ട് വാങ്ങാം. ഇതാണ് ഞങ്ങൾ പറഞ്ഞ കടൽ. ഇത് മറ്റേ എന്താണ് ചെടിക്ക് മരുന്നടിക്കാൻ വേണ്ടി കലക്കത്തില്ല ആ സാധനം, എന്തായാലും പേര് ഫിനോയിലാണോ ചെടിക്ക് അടിക്കുന്നത്? മറ്റേ സൾഫേറ്റോ? അങ്ങനെ തുരിശടിക്കില്ലേ? തുരിശ് കലക്കുമ്പോൾ ഇതുപോലല്ലേ ഉണ്ടാവുക. അപ്പനെ ഓമയും ഇവിടെ കൊച്ചമ്മനെ കളിക്കാൻ കൊണ്ടുവന്നേക്കുന്നു. അതിന്റെ ഇടയ്ക്ക് മാത്രം ഡാർക്ക് കളർ ബ്ലൂ ആണ്. മറ്റേ മാൽഡീവ്സ് വ്ളോഗിലൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ പല ഷെയ്ഡ് ഓഫ് ബ്ലൂ. ഓ അവിടെ ഒരു കപ്പലുണ്ട്. ഇപ്പോൾ വർക്കിംഗ് ഡേ ആയതുകൊണ്ടും നല്ല നട്ടുച്ച ആയതുകൊണ്ട് ഇവിടെ അധികം ആൾക്കാരില്ല. എന്നിട്ട് തന്നെ ഒത്തിരി പേരുണ്ട് കേട്ടോ. ഇത് ഇവിടെയൊക്കെ കുറേ പേരെ കാണാം. അല്ലെങ്കിൽ ശരിക്കും നല്ല തിരക്കായിരിക്കും. നമ്മളേതായാലും ഇവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. ഇത്രയും വെയിലായതുകൊണ്ട് ആക്ച്വലി നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത് ഒരു റോക്ക് പൂൾ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അവിടെ ഇങ്ങനെ സ്റ്റാർ ഫിഷിനെയും സ്റ്റിംഗ് അങ്ങനെ എന്തിനേക്കോ കാണാമെന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു. പക്ഷെ അത് ഈ വെയിലത്തിന് അങ്ങോട്ട് പോകണമെന്നുള്ളതാണ്. നേരെ ഫോർട്ടിലേക്ക് വിട്ടാലോ? അങ്ങനെ പോകാമെന്ന് തോന്നുന്നു. എന്നിട്ട് നമുക്ക് തിരിച്ച് വരുന്ന വഴി വേണമെങ്കിൽ റോക്ക് പൂളിൻ്റെ അവിടെ കയറാൻ നോക്കാം. ക്യാമറയിൽ എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് അറിയില്ല, പക്ഷെ നീ
സ്വർഗം.